അതിൽ ഇപ്പോൾ കേരളത്തിൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നേതൃത്വത്തിൽ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്, ധാരാളം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്, അനേകം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ അപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് നൽകുന്നുമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു ദയാദാക്ഷിണ്യവും അക്കാര്യത്തിലുണ്ടാവില്ല. ഈ വിഷയത്തിൽ KSU അവരുടെ ജാഗരൺ മാർച്ച് നടത്തുന്നു, SFI ആണെങ്കിൽ വലിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നു. ഇന്ന് ബന്ധപ്പെട്ട സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് അടക്കം പറഞ്ഞ നടപടി ശക്തമായ നടപടി വേണമെന്നാണ്. പക്ഷേ ഇത് താഴെ തട്ടിലേക്ക് എത്തുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെയല്ല, ഇത് ഓരോ സംഘടനയും നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ് കേരളത്തിന് ഇതിനെ ചെറുത്തു നിൽക്കാൻ കഴിയുന്നത്. പിന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഉള്ളതാണല്ലോ. വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന അരാജക പ്രവണത അത് ചിലപ്പോൾ ചില സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉണ്ടാവാമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല ഇതിലേതെല്ലാം സംഘടനകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ട് എന്ന കാര്യം. അതൊന്നും സർക്കാരിൻ്റെയോ എക്സൈസിൻ്റെയോ ഒന്നും മുമ്പിൽ വിഷയമേ അല്ല. ഏത് സംഘടനയിലെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടോ, ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളവരുണ്ടോ എന്നതൊന്നും വിഷയമല്ല. ഒരു തരത്തിലുമുള്ള ഇളവും ഉണ്ടാവില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇത്തരം ശക്തികളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും.